പർട്ടിക്കുലറായിട്ട് എവിടെയെങ്കിലും വേദനയോ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? മുട്ടിനും കാലില് എന്താണ് ഈ റേക്കി കൊണ്ടുള്ള പ്രയോജനം? ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യമാണെങ്കിലും ചോദിക്കുകയാണ്, എന്താണ് റേക്കി കൊണ്ടുള്ള പ്രയോജനം? ഇപ്പോൾ ഫിസിക്കലിക്കാളും മെൻ്റലായിട്ട് വിഷമം അനുഭവിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ റേക്കി ഉപയോഗിച്ച് ഹീൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല ക്യാൻസർ എന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെ നമ്മുടെ നമുക്ക് ടാരോയും റേക്കിയും എങ്ങനെയാണ് ഒരുമിച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുന്നത്? അത് ടാരോ പഠിക്കുന്ന ആൾക്കാർ ഇതൊരു എനർജി, നമ്മൾ യൂണിവേഴ്സൽ എനർജിയാണ് റേക്കി എന്ന് പറയുന്നതും ടാരോയും യൂണിവേഴ്സിൽ നിന്ന് കൂടെ കിട്ടുന്ന എനർജിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് ഈ പറയുന്ന ഇൻഡ്യൂഷൻ പവർ കൂട്ടുക, അതേപോലെ നമുക്ക് എന്താ പറയുക, ടാരോ എടുക്കുകയാണെങ്കിലും നമുക്ക് ഗൈഡൻസ് കറക്റ്റായിട്ട് കിട്ടാനായിട്ട് സാധിക്കും. റേക്കി കൊടുക്കുന്ന ടാരോയും റേക്കിയും കൂടെ കൊടുക്കുമ്പോൾ അതിന് അങ്ങനെ കുറേ മെറിറ്റ്സ് ഉണ്ട്. വിശ്വാസമാവത്തെയും കൂടി കൊണ്ടുവന്ന് റേക്കിയുമായിട്ട് ടാരോ ആയി റേക്കിയായി, ആ റേക്കിയെ കണക്ട് ചെയ്യാൻ വിശ്വാസമാവും. അത് അങ്ങനെ പറയുമ്പോൾ അവർക്ക് കുറെ കൂടെ ഭഗവാനെ ഇഷ്ടമില്ലാത്ത ആളുകൾ ആരും ഉണ്ടാവില്ല. ഇപ്പൊ മഹാദേവനെ പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിലും നാരായണനെ വിളിക്കും, രണ്ടും ഹരിയും ഹരനും ഒന്നാണെന്നുള്ള കോൺസെപ്റ്റാണ്. അപ്പൊ നമുക്ക് അവർക്ക് കുറെ കൂടെ വിശ്വാസം കൂടെ. പ്രൊഫഷണലായി എടുത്തില്ലെങ്കിൽ റേക്കി പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. തീർച്ചയായും തീർച്ചയായും. ഒരു വീട്ടിലൊരു കൊല്ലാൻ വരുന്നവരെ നമുക്ക് റേക്കിയിലൂടെ കൺട്രോൾ ചെയ്ത്. അതെ അതെ അതെ. പട്ടി, ഞങ്ങൾ പട്ടിനെ വരെ ശാന്തി കൊടുത്ത്, കടിക്കാൻ വരുന്ന പട്ടിനെ ഞങ്ങൾ അവിടെ നിർത്തിയിട്ടുണ്ട്. ഈ ദർശന സ്വയം ഹീൽ ചെയ്യാറുണ്ടോ? തീർച്ചയായും. അത് ചെയ്താലേ നമുക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ സാധിക്കും. അല്ലാതെ നമുക്ക് അത് നമ്മളെ ബാധിക്കാൻ ഉണ്ടാകുന്ന വെച്ച് നമ്മളെപ്പോഴും എന്തായാലും ഡെയിലി ഹീലിംഗ് നമ്മൾ ആദ്യം ചെയ്യാം. രാവിലെ ദൈവത്തിനെ വിശ്വസിക്കുന്നത് പോലെ തന്നെ ആത്മാക്കളെയും വിശ്വസിക്കണം എന്ന് തന്നെയാണ് പറയാറുള്ളത്. ഭാര്യ തന്നെ വിളിച്ചിട്ട് ഭർത്താവിനോട് പറയണ നിന്നെയും അവളെയും, അതായത് അവള് എന്ന് പറയുന്ന ആ കുട്ടീനെ തന്നെ പറയണം ചേരാൻ അയക്കില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അത് അവരുടെ കുടുംബത്തിലെ തന്നെ ഒരു ലേഡിയാണ് ചെയ്തിരിക്കുന്നത്. ഉണ്ട്. എനിക്ക് പണ്ടൊന്നും അങ്ങനെ, കാരണം ഞാൻ പോസിറ്റീവായ കാര്യങ്ങൾ അട്രാക്ട്, പക്ഷെ ഇവളുടെ കാര്യത്തിലാണ് എനിക്ക് ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് വീണ്ടും വേറൊരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. അത് ഞാൻ പറയുന്നില്ല, കാരണം അത് അവൾ അറിഞ്ഞിട്ടില്ല. പർട്ടിക്കുലറായിട്ട് എവിടെയെങ്കിലും വേദനയോ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? മുട്ടിനും കാലില്. അതായത് നമ്മുടെ കർമ്മ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെ ഫുള്ളായിട്ട് ബാധിക്കും. അപ്പോൾ അത് താങ്ങുന്നത് നമ്മുടെ കാലാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ആ ഭാഗത്തിന് വേദന വന്നിരിക്കുന്നത്. അപ്പോൾ അത് കർമ്മ ക്ലെൻസിങ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ബെറ്റർ ആയിക്കോളും. ദർശനയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ള. ദർശന, നമസ്കാരം. ദർശന, ടാരോ റീഡിങ്ങിനെ പറ്റി നമ്മൾ സംസാരിച്ചു. റേക്കി ഹീലർ കൂടിയാണ്, വിനു മാഷിന്റെ ശിഷ്യയാണ്. അപ്പോൾ എനിക്കൊരു റേക്കി ഹീലിംഗ് ഒന്ന് ടെസ്റ്റ് ചെയ്തു തന്നു. താങ്ക് യു. എന്താണ് ഈ റേക്കി കൊണ്ടുള്ള പ്രയോജനം? ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യമാണെങ്കിലും ചോദിക്കുകയാണ്, എന്താണ് റേക്കി കൊണ്ടുള്ള പ്രയോജനം? റേക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ മെറിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള, ഞാനത് ആധുനിക മെഡിക്കൽ സയൻസിനെ ഞാൻ കുറ്റം പറയും അങ്ങനെയൊന്നുമല്ല, ഇതൊന്നും സാധിക്കാതെ ഡോക്ടേഴ്സ് വേണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ വരെ നമുക്ക് റേക്കി ഉപയോഗിച്ച് ഹീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ഫിസിക്കലിക്കാളും മെൻ്റലായിട്ട് വിഷമം അനുഭവിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ റേക്കി ഉപയോഗിച്ച് ഹീൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല ക്യാൻസർ എന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെ നമ്മുടെ ഹീലാവും എന്നല്ല, അവർക്ക് അതിൻ്റെ ഈ ഒരുപാട് സാധാരണ മരുന്ന് കഴിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന അതിൻ്റെ ഓരോ സ്റ്റേജുകളും, പിന്നെ അതേപോലെ റേഡിയേഷൻ അല്ലെങ്കിൽ അതൊക്കെ കഴിയുമ്പോൾ ഉണ്ടാവുന്ന മാനസിക വിഷമ വിഭ്രാന്തി, അതൊക്കെ നമുക്ക്
ആശ്വാസം കൊടുക്കാനായിട്ട് സാധിക്കും. അവരുടെ ആ ഒരു അതിനെ പേടി മാറ്റാൻ രക്ഷപ്പെട്ട ആൾക്കാരുണ്ട് കേട്ടോ, ചരിത്രമുണ്ട്. ഞാനല്ല, എന്നിലൂടെ വന്ന ആൾക്കാരല്ല, നമ്മുടെ പൂർവിക റേക്കിയിലുള്ള മാസ്റ്റേഴ്സ് അവരെ വരെ രക്ഷപ്പെടും. ഞാനിപ്പോൾ അതിലേക്ക് എത്തുന്നൊക്കെയുള്ളൂ. നിയോഗം ഉണ്ടെങ്കിൽ സാധിക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വിനൂപ് സാറിൻ്റെ ഗ്യാങ്ങിലുള്ള ആൾക്കാർക്ക് തന്നെ അതൊക്കെ നല്ല രീതിയിൽ ഓക്കെ ആക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മെയിനായിട്ട് നമ്മൾ ഒന്ന് സാധന ചെയ്യണം, ഡെയിലി നമ്മൾ സാധന ചെയ്യണം. കാരണം അത് നമ്മളെ ഒന്നും നെഗറ്റീവായിട്ട് ബാധിക്കാതിരിക്കുകയും വേണം. പ്രൊട്ടക്ഷനൊക്കെ ഇട്ട് എന്നിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരെ മാറിയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം, സ്കൂൾ പഠിക്കുന്ന A+ എന്നുള്ളൊരു വലിയൊരു ബേർഡനാണല്ലോ അവരുടെ ചുമലിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റെ റിലീസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അത് ടാരോ പഠിക്കുന്ന ആൾക്കാർ ഇതൊരു എനർജി, നമ്മൾ യൂണിവേഴ്സൽ എനർജിയാണ് റേക്കി എന്ന് പറയുന്നതും ടാരോയും യൂണിവേഴ്സിൽ നിന്ന് കൂടെ കിട്ടുന്ന എനർജിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് ഈ പറയുന്ന ഇൻഡ്യൂഷൻ പവർ കൂട്ടുക. അതേപോലെ നമുക്ക് എന്താ പറയുക, ടാരോ എടുക്കുകയാണെങ്കിലും നമുക്ക് ഗൈഡൻസ് കറക്റ്റായിട്ട് കിട്ടാനായിട്ട് സാധിക്കും. റേക്കി കൊടുക്കുന്ന ടാരോയും റേക്കിയും കൂടെ കൊടുക്കുമ്പോൾ അതിന് അങ്ങനെ കുറേ മെറിറ്റ്സ് ഉണ്ട്. എല്ലാം നമുക്കിപ്പോൾ ഈ ഒരു ഇതിൽ ഇതാക്കാൻ പറ്റില്ല. കാരണം മെയിനായിട്ട് വരുന്നത് യൂണിവേഴ്സൽ കണക്ഷൻ തന്നെയാണ്. നമുക്ക് അങ്ങോട്ട് പോകരുത്, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇന്ന പോലെ ചെയ്താൽ മതി, ഇന്ന വഴി കൂടെ പോയാൽ മതി, ഇതൊക്കെ കിട്ടുന്നത് റേക്കി പഠിക്കുമ്പോൾ. റേക്കി ചെയ്താൽ തന്നെ ഈ ഒരു സംഭവങ്ങൾ നമുക്ക് കിട്ടും. പക്ഷെ ടാരോ കൂടെ ആകുമ്പോൾ അവർക്കൊരു തെളിവ്. റേക്കി ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. ലവ് ആൻഡ് ലൈറ്റ് എനർജിയാണ് റേക്കി എന്ന് പറയുന്നത്. പക്ഷെ ടാരോ എന്ന് പറഞ്ഞാൽ നമുക്ക് തെളിവ് ഇങ്ങനെയൊക്കെ അല്ലേന്ന് നമുക്ക് ആ ഒരു പിക്ചർ വെച്ചിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതും വെച്ചിട്ട് നമുക്ക് നോക്കി കറക്റ്റായിട്ട് പറയാം. അപ്പോൾ രണ്ടും കൂടെ കമ്പൈനിങ് ആയി പോകുമ്പോൾ നമുക്ക് ഒരുപാട് അതിൻ്റെ ഗുണങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ ടാരോ നോക്കി ഒരു ഹീലിംഗ് ആവശ്യമുള്ളവരാണെങ്കിൽ തീർച്ചയായും ഈ സ്വാഭാവികമായിട്ട് റേക്കി 21 ദിവസം കണ്ടിന്യൂസ്ലി ചെയ്യണം. അപ്പം ഇതിനകത്ത് ദർശന പറഞ്ഞ കൺസെപ്റ്റിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ദർശന വിഷ്ണു സഹസ്രനാമം ഇതുമായിട്ട് കമ്പൈൻ ചെയ്യുന്നതാണ്. അതെങ്ങനെയാണ് അതിലേക്ക് എത്തിയതെന്ന് പറഞ്ഞാൽ, അതിന് പറയുകയാണെങ്കിൽ ഒരുപാട് വലിയ കഥകളൊക്കെ ഉണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിച്ചു. അത് ചെറുപ്പം മുതലേ ഈ പറഞ്ഞ പോലത്തെ കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഞാൻ അണിഞ്ഞൊരു ആഭരണം ആയിരിക്കാം, പക്ഷെ അത് എൻ്റെ കൂടെ ഉണ്ട് എന്ന് പല ആൾക്കാരും ഇപ്പം അമ്മയാണെങ്കിലും പറയാറുണ്ട്. ദർശനയുടെ അടുത്ത് വരുന്ന സമയത്ത് ആ ഒരു വൈബാണ് ഫീൽ ചെയ്യുന്നത് എന്ന് പറയും. പല അത്ഭുതങ്ങളും ഗുരുവായൂരപ്പൻ കാണിച്ചാൽ. അതെ, നമ്മുടെ വ്യാസൻ ചേട്ടനൊക്കെ വന്നു പോയ ഫ്ലോർ അല്ലേ ഇത്. അപ്പോൾ ഞാൻ ഒരുമിച്ചുണ്ടായിരുന്നു, നാട്ടിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. വലിയ അദ്ദേഹത്തിന്റെ ഒരുപാട് ഫാൻസ് അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കാൻ എത്തിയിരുന്നു. ട്രെയിനിന്റെ സമയമായിട്ട് പോലും സെൽഫി എടുക്കുന്നവരുടെ എണ്ണം കാരണം ഒരുപാട് കഷ്ടപ്പെട്ട റെയിൽവേ എനിക്ക് ഭഗവാനിലേക്ക് കൂടുതൽ അടുപ്പം ഉണ്ടാക്കി തന്നത് ഒന്ന് വ്യാസൻ ചേട്ടൻ പറയാറില്ല, ശരത് സാറിന്റെ ഒരു അയൽവാസി എന്ന് വേണമെങ്കിൽ പറയാം. പാലക്കാടാണ്, കൽപ്പാത്തി, അവിടെയാണ് എൻ്റെ അമ്മയുടെ വീടും വരുന്നത്. അപ്പോൾ കുറെ തെറ്റിദ്ധാരണകൾ ഭഗവാനെ കുറിച്ച് കുറേ ഗുരുവായൂരപ്പന്റെ അറിയാലോ, തെറ്റിദ്ധാരണകളുടെ കൈലാസം പേര് ദോഷങ്ങളും കേട്ടിട്ടുള്ളൊരു ഇതേപോലൊരു ദൈവം വേണമെങ്കിൽ വേറെ ഉണ്ടാവില്ല. പക്ഷെ അതൊന്നും അല്ല ഭഗവാൻ എന്താണെന്നുള്ളത് ഇവർ രണ്ടുപേരുടെ ഗൈഡൻസിൽ കൂടെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ കവചസാധന, നാരായണ കവചസാധന എടുത്തതും ഈശ്വരൻ സഹായിച്ചിട്ട് നമ്മുടെ ശരത്തേട്ടനിലൂടെയാണ്. അപ്പോൾ ഈ കവചം ഇട്ടിട്ടാണ്, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒന്നും പ്രൊട്ടക്ഷൻ ഇടാണ്ട് റേക്കി ആണെങ്കിലും ടാരോ ആണെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വരട്ടെ, അത് ഹൈപ്പാവും എന്തായാലും. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ സാധനം നാമജപ ഉപാസന, അദ്ദേഹത്തിൻ്റെ ക്ലാസ് നിന്നാണ് വിഷ്ണു സഹസ്രനാമം നമ്മൾ പഠിച്ചത്. പക്ഷെ ഇത് എങ്ങനെ കൊണ്ടുവരാൻ റേക്കിയിലേക്ക് എത്തിച്ചെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഭഗവാൻ എനിക്ക് തോന്നിച്ചു തരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ വേണം പറയാനായിട്ട്. റേക്കി ഇപ്പോൾ നമ്മളിപ്പോൾ രോഹിത്തിന് ചെയ്ത ഈ ഒരു ചക്രാസാണ് ഞാൻ ആദ്യം ഹീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. 7 ചക്ര നമ്മൾ ഹീൽ ചെയ്യും, അത് അറിയാലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ 7 ചക്ര നമ്മൾ ഹീൽ ചെയ്തതിന് ശേഷം 21 മിനിറ്റാണ് നമുക്ക് എവിടെയാണോ റേക്കി കൊടുക്കേണ്ടത്. ഇപ്പോൾ ചിലപ്പോൾ മുട്ടുവേദന എന്ന് പറഞ്ഞു, അതേപോലെ ചിലപ്പോൾ വയറിന് കംപ്ലൈൻറ്റ്, PCOD ഒക്കെ ഇപ്പോൾ ധാരാളം കണ്ടുവരുന്നതാണ്. അപ്പോൾ അവർക്ക് എവിടെയാണോ ഈ എനർജി പോകേണ്ടത് അവിടെ നമ്മൾ 21 മിനിറ്റാണ് കൈ വെക്കേണ്ടത്. അപ്പോൾ വിനൂപ് സാറിൻ്റെ ശിക്ഷണത്തിൽ വന്നപ്പോൾ ആൾ പറയുന്നത് 21 മിനിറ്റ്സ് നമ്മൾ ഒരിക്കലും ടൈം നോക്കാനോ അങ്ങനെയൊന്നും പാടില്ല. നമുക്ക് മനസ്സിലാവും ആയി കഴിഞ്ഞു, ഇവിടെ മതി എന്ന് തോന്നും എന്ന് പറയും. അപ്പോൾ ചില ആൾക്കാർക്ക് നമുക്കത് കുഴപ്പമില്ല, ഞാൻ എത്ര നേരം വേണമെങ്കിലും നിൽക്കാൻ തയ്യാറാണ്. പക്ഷേ ഈ ആൾക്കാർക്ക് ഉണ്ടല്ലോ, നമ്മൾ വരുന്ന ആൾക്കാർക്ക് അവർ ടൈമും കൈപിടിച്ച് വേറെ എങ്ങോട്ടെങ്കിലും പോണ യാത്രക്കിടയിലായിരിക്കും നമ്മളെ വിളിക്കുക. ഇപ്പോൾ ഡിസ്റ്റൻസ് ഹീലിംഗ് ആണെങ്കിൽ പോലും അവർ ഓൺലൈനിൽ ചെയ്യുമ്പോൾ അവർ പറയും, മാഡം ഞങ്ങൾക്ക് ഇത്ര മണിക്ക് വേറെ കാര്യം ഉണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് ഞാൻ പറയും ഇത്ര ടൈം എന്തായാലും 1 hour പിടിക്കും. ഈ 7 ചക്ര ചെയ്ത് ഇതും കൂടെ ചെയ്യുമ്പോൾ 1 hourന്റെ അടുത്ത് എത്താറുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ബോധ്യം വരാൻ വേണ്ടിയിട്ട് ഞാൻ പറയും, നിങ്ങളവിടെ പ്ലേ ചെയ്തോളൂ, സഹസ്രനാമം പ്ലേ ചെയ്തോളൂ, ഞാനിവിടെ ഇരുന്ന് ഞാനും ജപിച്ചോളാം എന്ന് പറഞ്ഞ്
കൊടുക്കുക. അപ്പോൾ 21 മിനിറ്റാണ് സഹസ്രനാമം ഓക്കെ. പോകുന്നത്. അപ്പോൾ അവർക്കും ഒരു ടൈം കറക്റ്റായിട്ട് ഇതാവാൻ പറ്റി. നമുക്കും അത് മാത്രമല്ല, വിഷ്ണു സഹസ്രനാമത്തിൻ്റെ മഹാത്മ്യം പിന്നെ ഏത് സർവ്വരോഗ സംഹാരിണി എന്ന് പറയുന്ന അതിൻ്റെ ഒരു പാക്കേജാണ് അത്. അതേപോലെ തന്നെ നാരായണീയം. അപ്പോൾ നാരായണീയം ഇപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്ന് വായിച്ച് തീർക്കാൻ പറ്റില്ല, അതിന് ഓരോ സ്റ്റേജുകളും കാര്യങ്ങളുണ്ട്. അതിൽ പക്ഷേ നാരായണീയത്തിലൊരു മന്ത്രമുണ്ട്, 43-ാം ദശകത്തിലെ 10-ാം ശ്ലോകം. അത് ഏറ്റവും ഒരു വാതാലേശം എന്ന് പറയുന്നൊരു വാതാത്മകം എന്ന് പറഞ്ഞൊരു ശ്ലോകമാണ്. ഗുരുവായൂരപ്പൻ വാതാലേശനാണല്ലോ. അപ്പോൾ അത് വെച്ച് നമ്മൾ ഹീൽ. ഇതൊന്നും മാസ്റ്ററോ അങ്ങനെയൊന്നും അല്ല, എനിക്ക് ഉള്ളിൽ നിന്ന് തന്നെ തോന്നി ഇങ്ങനെ ചെയ്തു കൊടുത്താൽ നന്നാവും എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരു വിശ്വസഹസ്രനാമത്തെയും കൂടി കൊണ്ടുവന്ന് റേക്കിയുമായിട്ട് ടാരോ ആയി, റേക്കിയായി. ആ റേക്കിയെ കണക്ട് ചെയ്യാൻ വിശ്വസഹസ്രനാമം. അത് അങ്ങനെ പറയുമ്പോൾ അവർക്ക് കുറെ കൂടെ ഭഗവാനെ ഇഷ്ടമില്ലാത്ത ആളുകൾ ആരും ഉണ്ടാവില്ല. ഇപ്പൊ മഹാദേവനെ പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിലും നാരായണനെ വിളിക്കും. രണ്ട് ഹരിയും ഹരനും ഒന്നാണെന്നുള്ള കോൺസെപ്റ്റാണ്. അപ്പൊ അവർക്ക് കുറെ കൂടെ വിശ്വാസം കൂടെ ആശ്വാസമാണ്. ഞാൻ മാത്രമല്ല, ഭഗവാനും കൂടെ അവരെ സംരക്ഷിക്കേണ്ടത് എന്നുള്ളൊരു ആശ്വാസമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയും, മോൾ എന്തായാലും ചെയ്തത് ബെറ്ററായി, എനിക്കൊരു നല്ലൊരു സൂപ്പർ ഒരു ഉന്മേഷം കിട്ടി. ചിലപ്പോൾ ഇങ്ങനെ കൂട്ടുവായൊക്കെ വന്നിരുന്നതായിരിക്കും. നമ്മൾ ഈ ഹീലിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു ഉന്മേഷം കിട്ടി എന്ന് അവർ പറയാറുണ്ട്. അത് ഉറക്കത്തിന് നമ്മൾ ശാന്തിയൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ എന്താ പറയാ, ശത്രുത ഇത് ഞാൻ വെറുതെ ആ വാക്ക് പറയണമെന്ന് വിചാരിക്കരുത്. നമ്മളോടത്തൊരു ദേഷ്യമായിട്ട് ഒരാൾ വന്നിരിക്കുക, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വരികയാണെങ്കിൽ നമ്മൾ അതിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് ദേഷ്യവും തോന്നില്ല, സ്നേഹം, ഒരു ന്യൂട്രൽ മൈൻഡായിട്ട് ചെയ്യാൻ വന്ന കാര്യം ചിലപ്പോൾ മറന്നു. നല്ലതാണ്, തീർച്ചയായും തീർച്ചയായും. ഒരു വീട്ടിലൊരു അതെ അതെ അതെ, പട്ടി, ഞങ്ങൾ പട്ടീനെ വരെ ശാന്തി കൊടുത്ത്, കടിക്കാൻ വരുന്ന പട്ടീനെ ഞങ്ങൾ അവിടെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. പിന്നെ നമുക്ക് ഫുൾ ടൈം ഹാപ്പിനെസ് ആയിരിക്കും, ഫുൾ ടൈം ഹാപ്പി ആയിട്ട് ഇരിക്കാം. എന്ത് വന്നാലും പ്രശ്നങ്ങൾ വരികയാണെങ്കിലും നമുക്കതൊന്നും നമ്മളെ ബാധിക്കില്ല. ശരി കേട്ടോ, അത് പറഞ്ഞ ശരി. എന്താണെന്ന് അറിയാം, ഞാൻ ഒരുപാട് ഈ റേക്കി പ്രാക്ടീസ് ചെയ്യുന്നവരുമായിട്ട് ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. നമ്മളെ വൺസ് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഇവരെ വിളിക്കുമ്പോൾ ഇവർ ഭയങ്കര ലൗഡായിട്ടായിരിക്കും സംസാരിക്കുക, ഹാപ്പി ആയിട്ട്. അവരുടെ പ്രശ്നങ്ങൾ പോലും ചിലപ്പോൾ വിളിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം നിൽക്കുകയാണെങ്കിൽ ആ പ്രശ്നം പറയുന്ന പോലെ സന്തോഷത്തോടെ. സത്യ അതൊന്നും നമ്മളെ എല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യമാണെങ്കിൽ അത് അടുത്ത നിമിഷം സംഭവിക്കും. പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചത് നടന്നിട്ടില്ലെങ്കിൽ അത് നമ്മുടെ നല്ലതിനാണെന്ന് വിചാരിക്കാൻ നമുക്ക് സാധിക്കും. ഒന്നിലും വിഷമിച്ചിട്ടിരിക്കേണ്ട കാര്യം വരുന്നില്ല. ഇപ്പൊ ഞാൻ ഫുൾ ഹാപ്പിയാണ്. ഈ ഇവിടെ വന്നിരിക്കുന്നത് പോലും അത്രയും ഹാപ്പി. എനിക്ക് ഉറക്കക്കുറവില്ല ഇനി ഇല്ലാത്ത കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് എന്താ പറയുക, ഉറക്കത്തിൽ ഞെട്ടി എണിക്കുക, കരയുക, ഇരുന്ന് കരച്ചിലായിരുന്നു, അങ്ങനെയൊക്കെ കുറേ ഇതില്ല. പക്ഷെ ആരോടും പറയാനും പറ്റാത്ത, അതാണ് നമ്മളൊരു വിഷമം ഒരാളോട് പോയി പറയണം എന്നുണ്ടെങ്കിൽ പോലും അതും പറയാൻ പറ്റാതെ ഒരുപാട് രാത്രികൾ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഭക്ഷണം നേരെ കഴിക്കാൻ പറ്റില്ല, മര്യാദയ്ക്കൊരു വെള്ളം ഒരു ഗ്ലാസ് എടുത്ത് കൊടുക്കുക, ഈ ടെൻഷനാണ്. പിന്നെ യാത്ര മൈൻഡ്ഫുള്ളായിട്ട് നമുക്ക് ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റില്ല, യാത്ര ചെയ്യാൻ പറ്റില്ല. യാത്ര എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് യാത്ര ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ തോന്നില്ല, വെറുതെ റൂം അടച്ചിട്ടിരിക്കുക, ആരെയും നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റാതിരിക്കുക. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലൂടെ ഏകദേശം മനുഷ്യന്മാരൊക്കെ കടന്നു പോകും. പക്ഷെ അതൊക്കെ ഓവർകം ചെയ്യാനും ഇതുപോലെ ഹാപ്പി ആയിട്ട് എന്ത് വന്നാലും നമ്മളെ ഏൽക്കും എന്നുള്ളൊരു രീതിയിൽ ഇരിക്കാൻ സാധിക്കും. റേക്കി പഠിക്കുന്നത് അത്രയും നല്ലത് തന്നെയാണ്. നമ്മളെ ചുറ്റുള്ള ആൾക്കാരെയും നമുക്ക് പോസിറ്റീവ് ആക്കിയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം ഇതെല്ലാം മാക്സിമം വരുന്ന ആളുകൾക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഈ റേക്കിയില് ഈ ഒരാള് വരികയാണ്, എല്ലാവരും പ്രശ്നം മനസ്സിലാക്കുകയാണ്. ഇപ്പൊ എല്ലാത്തരം പ്രശ്നങ്ങൾക്ക് റേക്കിയിൽ ഒരു പരിധി വരെ പരിഹാരം കണ്ടെത്താൻ പറ്റുമെന്ന് പറഞ്ഞു. ഇതില് നമുക്ക് കയ്യിൽ നിൽക്കില്ല എന്ന് തോന്നിയിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടോ? നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടോ? ചിലൊക്കെ സോൾ കണക്ഷൻ ഒക്കെ പറയാറുണ്ട്. വരുന്ന ആളുകളിൽ ഒരു സോളിന്റെ പ്രസൻസ് ഒക്കെ കണ്ടു. ആത്മാവ് എന്നുള്ള സോളാണ് ഉദ്ദേശിക്കുന്നത്. അതിന് റേക്കിയിൽ പലതരം റേക്കി ഉണ്ട്. മാസ്റ്ററിനെ പറഞ്ഞ മണി റേക്കി ഉണ്ട്, ഉസു റേക്കി ഉണ്ട്, കരുണ റേക്കി, അങ്ങനെ കുറെ കാറ്റഗറി ഉണ്ട്. അതിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഹീൽ ചെയ്യുന്ന ആൾക്കാർ വേറെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ മെയിൻ ആയിട്ട് ഉസു റേക്കി എൻ്റെ അടുത്തൊക്കെ വരുമ്പോൾ നമുക്ക് നിർദ്ദേശം കിട്ടും, നമുക്കിത് കേൾക്കും. ഇങ്ങനെയാണ്, ഇവർക്ക് ഇതാണ് പ്രശ്നം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏൽപ്പിക്കും, സജസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ അവർക്ക് അതിനു വേണ്ടി പ്രൊട്ടക്ഷൻ ഇട്ട് കൊടുക്കാറുണ്ട്. അവർക്ക് വേറെ എന്തെങ്കിലും ഇത് ചെയ്യാനുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്ത് കൊടുക്കാം. തടയിടുക എന്നൊക്കെ പറയാം. നമ്മളെ ചിഹ്നങ്ങളല്ലേ സിമ്പിൾസ് വരച്ച് അതിനകത്ത്
ചോക്കൂറെ അങ്ങനെയുള്ള അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അത് സെക്കൻഡ് ലെവൽ കഴിയുന്ന ആൾക്കാർക്കാണ് ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പറ്റുക. ഫസ്റ്റ് ലെവലിന് അതായിട്ടില്ല, ഡിസ്റ്റൻസ് ഹീലിംഗ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് ലെവൽ മുതൽ ചോക്കൂറെ അങ്ങനെയുള്ള കുറെ ചിഹ്നങ്ങൾ ഉണ്ട്, സിമ്പിൾസ് ഉണ്ട്, അത് വരച്ച് ഹീൽ ചെയ്യാം. അപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ കൂടെ നമുക്ക് എക്സ്ട്രാ പവർ കിട്ടും. കുറെ കാര്യങ്ങൾ ചിഹ്നങ്ങൾ നോക്കും, ബാക്കി നമ്മൾ നോക്കിയാൽ മതി. ഇതെല്ലാം നമ്മുടെ ഒരു എനർജിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ ഈ ദീക്ഷ കൊടുക്കുന്ന ചടങ്ങായാലും മെഡിറ്റേഷൻ ആയാലും ഗുരുവിന്റെ എനർജിയാണ് കൊടുക്കുന്നത്. പ്രാണൻ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന്റെ പ്രാണൻ നമ്മൾ അറ്റൂൺമെന്റ് എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രാണൻ നമുക്ക് കണക്ട് ആവുന്നത് തീർച്ചയായും അത് എനിക്ക് വിനു മാസ്റ്റർ എന്നാണ് എനിക്ക് കിട്ടിയത്. അത് കറക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തതും നമുക്ക് ആ ഒരു പവർ വന്നു എന്ന് തോന്നുന്നതും ആ ഒരു മാസ്റ്ററിൻ്റെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പം പ്രശ്നത്തെ കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആവശ്യമെങ്കിൽ ടാരോ റീഡിങ്ങോ ഈ പറയുന്ന റേക്കി ഹീലിംഗോ ഒക്കെ ആയിട്ടുള്ള സംശയങ്ങൾക്ക് വിളിക്കാം. അപ്പം ഈ ആളുകളോട് ഈ റേക്കി പഠിച്ചിരിക്കുന്നത് നല്ലത്. അതായത് ചിലർ പറയും എനിക്കിതൊന്നും പ്രാക്ടീസ് ചെയ്യാനൊന്നും സമയമില്ല, പക്ഷേ ഇത് പഠിക്കണം എന്ന് താല്പര്യപ്പെട്ട് വരുന്നവരുണ്ട്. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഒരു തവണ നിങ്ങൾ റേക്കി അറ്റൂൺമെന്റ് എടുത്തു കഴിഞ്ഞാൽ മരണം വരെ റേക്കി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ ഇനി വേണ്ട പറഞ്ഞാലും നിങ്ങളുടെ കൂടെ റേക്കി നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് ആക്ടിവേറ്റ് ചെയ്യാൻ. ഈ ദർശന സ്വയം ഹീൽ ചെയ്യാറുണ്ടോ? തീർച്ചയായും അത് ചെയ്താലേ നമുക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാതെ നമുക്ക് അത് നമ്മളെ ബാധിക്കാൻ ഉണ്ടാകുന്ന വെച്ച് നമ്മളെപ്പോഴും എന്തായാലും ഡെയിലി ഹീലിംഗ് നമ്മൾ ആദ്യം ചെയ്യാം. രാവിലെ ആത്മാക്കളിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ ദൈവത്തിനെ വിശ്വസിക്കുന്നത് പോലെ തന്നെ ആത്മാക്കളെയും വിശ്വസിക്കണം എന്ന് തന്നെയാണ് പറയാറുള്ളത്. എനിക്കങ്ങനെ കുറച്ച് എക്സ്പീരിയൻസ് എൻ്റെ അല്ല, നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർക്ക് ഇന്നലെ പോലും അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായി. എൻ്റെ വീടിൻ്റെ അടുത്ത് പറയുന്നില്ല, വീടിൻ്റെ കൂടെ താമസിക്കുന്ന കുട്ടി തന്നെയാണ്. അവൾക്കറിയില്ല അവളുടെ കൂടെ എന്താണ്, പക്ഷെ അവള് ശരീരം ഇങ്ങനെ ശോഷിച്ച് വരും. അവളാണെങ്കിൽ കഴിക്കാത്ത മരുന്നുകളില്ല. ഞാനും കൂടെ പോയിട്ടാണ് സാധാരണ മരുന്നൊക്കെ, ഞങ്ങൾ അങ്ങനെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. ഇതുവരെ ഞാൻ ടാരോ എടുക്കുന്ന ആളാണെന്ന് അറിയാൻ റേക്കി ഹീലർ, പക്ഷെ അവൾക്കത് എൻ്റെ അടുത്തേക്ക് വരാൻ തോന്നിയിട്ടില്ല. മിനിയാന്ന് അതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസമാണ് ഹസ്ബൻഡും അവളും കൂടെ നമ്മുടെ വീട്ടിലേക്ക് വന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ ടാരോ എടുത്ത് കൊടുത്ത് കൃത്യമായി അവരുടെ കാര്യങ്ങൾ പറഞ്ഞു. ആരാ ചെയ്തത് അതിൻ്റെ ക്ലൂ വരെ കൊടുത്തു. അപ്പോൾ അത് കറക്റ്റാണ്. തീർച്ചയായും കൂടോത്രം എന്ന് പറഞ്ഞാലും പോരാ, അതിൻ്റെ അപ്പുറത്ത് ഈ മരുന്ന് കൊടുക്കുക എന്നൊക്കെ പറയും. അതിനെന്താ പറയുക, കൈവശം, അതൊക്കെ ഉണ്ട് എന്ന് നമുക്ക് കറക്റ്റായിട്ട് തെളിഞ്ഞു. ഞാനത് വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ അല്ലെങ്കിൽ അത് തള്ളിക്കളയാം, ഓക്കെ. പക്ഷെ അവരെയും കൊണ്ട് ഞാൻ ഇതുപോലെ പരിഹാരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് വേറെ കുറേ പേരുകൾ, ധൂമകേതു, അങ്ങനത്തെ കുറേ നെഗറ്റീവ് എനർജീസ് ഉണ്ട്. പിന്നെ ചെവിയിൽ, ഞാൻ അതാ ചോദിച്ചത്, രോഹിത്തിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ചെവിയിൽ വന്നിങ്ങനെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആത്മാവ്. അതൊക്കെ എൻ്റെ പേര് വേറെ കുറേ കാര്യങ്ങൾ അത് നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മളിവിടെ പറയുന്നില്ല, അട്രാക്ട് ചെയ്യണ്ടെന്ന് വെച്ചിട്ട്. ആ കുട്ടിക്ക് അങ്ങനൊരു സംഭവം, അത് അവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനെയൊക്കെ കുട്ടിക്ക് ഉണ്ട് എന്ന് അറിയുന്നതും. കുട്ടി രാത്രി അവളുടെ ഹസ്ബൻഡുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ആ ഹസ്ബൻഡ് പറയുകയാണ്, ആ കുട്ടി രാത്രി എണീറ്റിട്ട് അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട്, ആൾ പുറത്തു പോയാൽ ആ കുട്ടി ഫോൺ വിളിച്ചിട്ട് ഹസ്ബൻഡിനോട് പറയും, നിന്നെ അവളെ ഞാൻ ചേരാൻ അയക്കില്ല എന്ന് പറയും. ഭാര്യ തന്നെ വിളിച്ചിട്ട് ഭർത്താവിനോട് പറയണ്, നിന്നെയും അവളെയും, അതായത് അവള് എന്ന് പറയുന്ന ആ കുട്ടീനെ തന്നെ പറയണം, ചേരാൻ അയക്കില്ല എന്ന് പറഞ്ഞിട്ട് പറയലുണ്ട്. അത് അവരുടെ കുടുംബത്തിലെ തന്നെ ഒരു ലേഡിയാണ് ചെയ്തിരിക്കുന്നത്. ഉണ്ട്. എനിക്ക് പണ്ടൊന്നും അങ്ങനെ, കാരണം ഞാൻ പോസിറ്റീവായ കാര്യങ്ങൾ അട്രാക്ട്, പക്ഷെ ഇവളുടെ കാര്യത്തിലാണ് എനിക്ക് ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് വീണ്ടും വേറൊരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. അത് ഞാൻ പറയുന്നില്ല, കാരണം അത് അവൾ അറിഞ്ഞിട്ടില്ല. നമ്മുടെ ഈ കാണാ കൺമണി മൂവിയിൽ കണ്ടിട്ടുണ്ട് ആ കുട്ടീനെ, അതേ സെയിം. പക്ഷെ അവളെ കണ്ട ഒരു പ്രശ്നമില്ല. അവള് പ്രോഗ്രാം തിരുവാതിരയൊക്കെ കളിക്കാൻ പോകുന്ന കുട്ടിയാണ്, ഹാപ്പിയാണ്, ഫുൾ ടൈം ഹാപ്പിയാണ്. പക്ഷെ ചില സമയത്ത് അവൾ എന്താ ചെയ്യണമെന്ന്, അബോട്ടായ കുട്ടിയാണോ, കുട്ടിയുടെ സോളാണോ? അല്ല, അങ്ങനെയല്ല. പക്ഷെ അവളെ നേരെ ആവരുത് എന്ന് പറഞ്ഞിട്ട് അവരുടെ കുടുംബത്തിലാരും ചെയ്തത്. അത് ഭർത്താവും അവളും കൂടെ ഹാപ്പി ആയിട്ട് ഇരിക്കരുത് എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് അവർ വീടൊക്കെ മാറി ഇപ്പം നമ്മളവിടെ വന്നിരിക്കുന്നത്. നേരത്തെ അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഞാൻ പക്ഷെ പറഞ്ഞു കൊടുത്തു, അവൾ കറക്റ്റായി പറഞ്ഞു കൊടുത്തപ്പോൾ അത് കൃത്യം തന്നെയാണ്. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് ഈ ഞാൻ പറഞ്ഞ ഈ പരിഹാരത്തിൻ്റെ അവിടേക്ക് എത്തിയപ്പോഴാണ് കുറേ കൂടെ കാര്യങ്ങളുണ്ട്, ഇവക്ക് ഈ ഉള്ളിലുള്ള സാധനം ഉണ്ട് എന്നുള്ളതും ഇവളെ വേറെ കുറേ ഉണ്ട്, അത് അവൾ അറിയാൻ പാടില്ല. ഈ വീഡിയോ എന്തായാലും അവൾ കാണും. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ.